മൂന്നാറിലെ മാട്ടുപ്പെട്ടിയിൽ കാട്ടാന ഇറങ്ങി. ഒറ്റക്കൊമ്പൻ ഇപ്പോഴും അവിടെ തുടരുന്നുവെന്നാണ് വിവരം. രാഹുൽ വിജയൻ ചേരുന്നു. രാഹുൽ, ഓണത്തിനെങ്കിലും ഈ ആനയ്ക്ക് ഒരു അവധി കൊടുക്കാമായിരുന്നു. പറയും. SKN ഓണം ആഘോഷിച്ച് ഈ കാട്ടാന ഇങ്ങനെ നടക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാകും. സലാം വെക്കുന്ന കാട്ടാന തുമ്പിക്കൈ കൊണ്ട് ആരെ കണ്ടു കഴിഞ്ഞാലും ഒന്ന് പൊക്കി സലാം കൊടുത്തിരിക്കുക. അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന ദൃശ്യങ്ങളിലുണ്ട്. ആ പുതിയതായിട്ട് മൂന്നാർ മേഖലയിലേക്ക് എത്തിയിരിക്കുന്ന ഒരു കാട്ടാന ആണ്. മാങ്കുളം മേഖലയിൽ നിന്ന് മൂന്നാറിലേക്ക് എത്തിയ കാട്ടാനയാണ് എന്നുള്ളതാണ് നേരത്തെ വനംവകുപ്പ് പറഞ്ഞിരുന്നത്. കഴിഞ്ഞ ഒരാഴ്ച ഇതിങ്ങനെ മാട്ടുപ്പെട്ടി മേഖലയിലുണ്ട്. ആ വാഹനങ്ങൾ കഴിഞ്ഞ ദിവസം തടഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇതിങ്ങനെ തോട്ടം മേഖലയിൽ സ്വൈര്യ വിഹാരം നടത്തുകയാണ്. ആളുകൾക്കൊരു പേടിയുണ്ട്. പുതിയ ആനയാണ്. പടയപ്പ ആണെങ്കിൽ എങ്ങനെ ആ ആനയുടെ പ്രതികരണം ഉണ്ടാകും, അല്ലെങ്കിൽ അങ്ങനെ ആക്രമണ സ്വഭാവത്തിലേക്ക് പോകില്ല എന്നുള്ളൊരു വിശ്വാസമൊക്കെ നാട്ടുകാർക്കുണ്ട്. പക്ഷേ പുതിയൊരു ആന വരുമ്പോൾ അതിൻ്റെ സ്വഭാവം എങ്ങനെയാണ്, കൂടുതൽ അക്രമകാരിയാണോ അല്ലയോ എന്നുള്ളത് അറിയില്ല. അതിൻ്റെ ഒരു പേടി നാട്ടുകാർക്കുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അത് പരിഹരിക്കേണ്ടത് വനം വകുപ്പാണ്. വനം വകുപ്പിൻ്റെ നിരീക്ഷണമുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ എപ്പോഴും ഇതിങ്ങനെ ജനവാസ മേഖലയിൽ തന്നെ തുടരുന്നു. കഴിഞ്ഞ ദിവസം വിചിത്രമായൊരു വാദം ഒരു വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ പറഞ്ഞിരുന്നു. ഈ സ്ഥലത്ത് നിന്ന് ഓടിച്ചു കഴിഞ്ഞാൽ അത് മറ്റൊരു ജനവാസ മേഖലയിലേക്കല്ലേ പോവുകയുള്ളൂ, അവിടെ ചെല്ലുമ്പോൾ അവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടാകില്ലേ, അതുകൊണ്ട് ഈ ജനവാസ മേഖലയിൽ തന്നെ അത് നിൽക്കട്ടെ എന്നൊരു വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ പറഞ്ഞിരുന്നു. അല്ലാതെ ഇതിനെ സ്ഥിരമായിട്ട് വനത്തിലേക്ക് തുരത്താൻ ഒരു നടപടി ഉണ്ടാകുമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നില്ല. എന്നിരുന്നാലും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം വനംവകുപ്പ് കാണിക്കുക. നിലവിൽ എന്തായാലും ഇതിങ്ങനെ മാട്ടുപ്പെട്ടി മേഖലയിൽ കറങ്ങി നടക്കുന്നുണ്ട്. മനോഹരമായൊരു കാഴ്ച ആളുകൾക്ക് സമ്മാനിക്കുന്നുണ്ട്. കൂടുതൽ അതിൻ്റെ അടുത്തേക്ക് പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യവും. അങ്ങനെ തന്നെ ആളുകൾ ചെയ്യുകയും ചെയ്യണം. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.